ചക്ക സീസൺ അല്ലേ, നമുക്ക് കുറച്ച് ചക്ക വറുത്താലോ. അതിനായിട്ട് ഞാൻ ആദ്യം ചക്ക ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞായിരിക്കും കുറച്ചും കൂടി നല്ലത്, പെട്ടെന്ന് നമുക്കിത് ആയി കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് ചക്ക മാത്രം എടുത്തിട്ട് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം നമ്മൾ എത്രത്തോളം എണ്ണയിൽ ചക്ക ഇടാൻ പോകുന്നുണ്ടോ അത്രത്തോളം ഇത് ചക്ക എടുത്തു. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ മിക്സ് ആക്കി വെക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ അളവും അതുപോലെ തന്നെ ഉപ്പിന്റെ അളവും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. പാചകം ചെയ്യുന്ന എല്ലാവർക്കും എത്രത്തോളം വേണമെന്ന് മനസ്സിലാവും. ചക്ക മിക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇരുമ്പ് ചീനച്ചട്ടി സ്റ്റൗവിലേക്ക് വെക്കാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. പാം ഓയിലിൽ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്താന്ന് പറഞ്ഞാൽ അത് നമുക്ക് കുറച്ച് കാലം കൂടി ഇത് വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും, ഒന്നും ആവാണ്ട്. അപ്പോൾ നമ്മത് പെട്ടെന്ന് തീരും. അതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ആക്കാം. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് വെച്ച് ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൈ കൊണ്ട് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ കൈ പൊള്ളിക്കും. എണ്ണ കൈക്ക് വെക്കാൻ നമുക്ക് ചാൻസ് ഉണ്ട്. ഇപ്പം നല്ല ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ആയി കിട്ടുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുക്കാം. അപ്പോൾ ഇതാവുന്ന സമയം കൊണ്ട് അടുത്ത ചക്ക മിക്സ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഇതിൻ്റെ കാര്യം മറന്നു പോകാൻ പാടില്ല. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ഇതിപ്പോൾ ചക്ക ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി ഇത് ഹാർഡാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഈ ആദ്യം ഇടുമ്പോൾ ഉണ്ടായ പതയെല്ലാം ഇപ്പോൾ കുറഞ്ഞില്ലേ, വെള്ളത്തിൻ്റെ കണ്ടന്റ് കുറഞ്ഞു. അപ്പോൾ ഇനി കുറച്ചും ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിന് സൗണ്ട് മാറിയതായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ കളറും മാറി. അപ്പോൾ ഇത് ഏകദേശം ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് മാറ്റാം. ഇതിപ്പോൾ നമ്മൾ അതിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ സൗണ്ട് പ്രത്യേകം മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത സെറ്റ് നമ്മൾ ഇടാൻ പോകുന്നുണ്ട്.